ഇന്നത്തെ വീഡിയോ 2025 ഒക്ടോബർ മാസം തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? എം. ലീലാവതി. 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. 2023 പ്രഭാവർമ്മ. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? എം. ലീലാവതി. 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. 2023 പ്രഭാവർമ്മ. സാഗർമാല പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 10ാമത്തെ. സാഗർമാല പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 10ാമത്തെ. ഇന്ത്യയിൽ തുറമുഖ അധിഷ്ഠിത വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സാഗർമാല. ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരളം, ഗോവ, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് സാഗർമാല പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. സാഗർമാല പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ രാജ്യത്തിന്റെ 7516 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശം ഉപയോഗപ്പെടുത്തി അതിന്റെ സാമ്പത്തിക സാധ്യതകൾ പുറത്തുവിടുക എന്നതാണ് പ്രഥമ ലക്ഷ്യം. കൂടാതെ മത്സ്യബന്ധനം, സമുദ്ര ടൂറിസം, അനുബന്ധ നൈപുണ്യ വികസനം തുടങ്ങിയ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ തീരദേശ സമൂഹങ്ങളുടെ വികസനവും ലക്ഷ്യമാണ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് കെഷോൺ വാൽക്കോട്ടാണ്. 88.16 മീറ്ററാണ് ദൂരം. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് കെഷോൺ വാൽക്കോട്ടാണ്. 88.16 മീറ്ററാണ് ദൂരം. രണ്ടാം സ്ഥാനം ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ്. 87.38 മീറ്ററാണ് ദൂരം. മൂന്നാം സ്ഥാനം കുർട്ടീസ് തോംപ്സൺ ആണ്. 86.67 മീറ്ററാണ് ദൂരം. നാലാം സ്ഥാനം ഇന്ത്യയുടെ സച്ചിൻ യാദവ് ആണ്. 86.27 മീറ്ററാണ് ദൂരം. ഇന്ത്യൻ താരവും മുൻവർഷത്തെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ചാമ്പ്യനുമായിരുന്ന നീരജ് ചോപ്ര 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇന്ത്യയിൽ ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 7 ആണ്. ഇന്ത്യയിൽ ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 7. ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ദിവസമാണ് ഓഗസ്റ്റ് 7. ആക്സിയം 4 മിഷൻ. സ്പേസ് എക്സ്, നാസ എന്നിവയുമായി സഹകരിച്ച് ആക്സിയം സ്പേസ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് നടത്തിയ സ്വകാര്യ ബഹിരാകാശ യാത്രയാണ് ആക്സിയം 4 മിഷൻ. സ്പേസ് എക്സ്, നാസ എന്നിവയുമായി സഹകരിച്ച് ആക്സിയം സ്പേസ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് നടത്തിയ സ്വകാര്യ ബഹിരാകാശ യാത്രയാണ് ആക്സിയം 4 മിഷൻ. US ആസ്ഥാനമായുള്ള സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിയാണ് ആക്സിയം സ്പേസ്. ആക്സിയം 4 മിഷൻ വിക്ഷേപണം നടന്ന തീയതി 2025 ജൂൺ 25-നാണ്. വിക്ഷേപണം നടന്ന തീയതി 2025 ജൂൺ 25. വിക്ഷേപണം നടന്ന സ്ഥലം ജോൺ എഫ് കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ, US. വിക്ഷേപണ റോക്കറ്റ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ് ആണ്. വിക്ഷേപണ റോക്കറ്റ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5. വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ഗ്രേസ്. വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ഗ്രേസ്. നാസ, ISRO, ആക്സിയം സ്പേസ്, സ്പേസ് എക്സ്, ESA, പോളണ്ടിന്റെയും ഹംഗറിയുടെയും ബഹിരാകാശ ഏജൻസികൾ എന്നിവയുടെ സംയുക്ത ദൗത്യമാണ് ആക്സിയം 4 മിഷൻ. മിഷനിൽ പങ്കെടുത്ത ബഹിരാകാശ യാത്രികർ സ്ലാവോസ് ഉസ്നെൻസ്കി, പോളണ്ട്; പെഗ്ഗി വിറ്റ്സൺ, US; ശുഭാംശു ശുക്ല, ഇന്ത്യ; ടിബോർ കാംപു, ഹംഗറി. ആക്സിയം 4 മിഷനിൽ പങ്കെടുത്ത ബഹിരാകാശ യാത്രികർ സ്ലാവോസ് ഉസ്നെൻസ്കി, പോളണ്ട്; പെഗ്ഗി വിറ്റ്സൺ, US; ശുഭാംശു ശുക്ല, ഇന്ത്യ; ടിബോർ കാംപു, ഹംഗറി. മിഷൻ പൈലറ്റ് ആയിരുന്നത് ശുഭാംശു ശുക്ലയായിരുന്നു. മിഷൻ പൈലറ്റ് ശുഭാംശു ശുക്ല. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെയും ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെയും ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെയും ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെയും ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ആക്സിയം ദൗത്യത്തിനു വേണ്ടി ISROയുടെ ബാക്കപ്പ് ക്രൂവിലുണ്ടായിരുന്ന മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. ആക്സിയം ദൗത്യത്തിനു വേണ്ടി ISROയുടെ ബാക്കപ്പ് ക്രൂവിലുണ്ടായിരുന്ന മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. ശുഭാംശു ശുക്ല എത്ര ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? 18 ദിവസം. ശുഭാംശു ശുക്ല എത്ര ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? 18 ദിവസം. ശുഭാംശു ശുക്ല ഭൂമിയിൽ തിരിച്ചെത്തിയതെന്നാണ്? 2025 ജൂലൈ 15-നാണ്. ശുഭാംശു ശുക്ല ഭൂമിയിൽ തിരിച്ചെത്തിയതെന്നാണ്? 2025 ജൂലൈ 15. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറായ ആദ്യ വനിതയാണ് പെഗ്ഗി വിറ്റ്സൺ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറായ ആദ്യ വനിത പെഗ്ഗി വിറ്റ്സൺ. 2025 കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയതാരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. പരാജയപ്പെടുത്തിയത് കൊല്ലം സെയിലേഴ്സിനെ. 2025 കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. പരാജയപ്പെടുത്തിയത് കൊല്ലം സെയിലേഴ്സിനെ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഖിൽ സ്കറിയാണ്.
കൂടുതൽ വിക്കറ്റ് നേടിയതിനുള്ള പർപ്പിൾ ക്യാപ്പ് ലഭിച്ചതും അഖിൽ സ്കറിയയ്ക്കാണ്. ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് കൃഷ്ണപ്രസാദിനാണ്. ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് 2023 അർഹനായത് മോഹൻലാൽ. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് 2023 അർഹനായത് മോഹൻലാൽ. നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി 2025 സെപ്റ്റംബർ 12 അധികാരമേറ്റ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി. നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി 2025 സെപ്റ്റംബർ 12 അധികാരമേറ്റ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശ കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തത് പ്രീതി സരൺ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശ കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തത് പ്രീതി സരൺ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവികതാവളം INS ആരവല്ലി. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവികതാവളം INS ആരവല്ലി. കമ്മീഷനിംഗ് നിർവഹിച്ച നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി 2025 സെപ്റ്റംബർ 12 കമ്മീഷനിംഗ് നിർവഹിച്ചത്. യൂണിറ്റിന്റെ ആദ്യ കമാൻഡിംഗ് ഓഫീസറായത് ക്യാപ്റ്റൻ സച്ചിൻ കുമാർ സിംഗ് ആണ്. INS ആരവല്ലിയുടെ ആപ്തവാക്യം സാമുദ്രിക് സുരക്ഷായ സഹയോഗ്. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ അംഗീകാരമായ പാക് കോങ്നി പുരസ്കാരത്തിന് അർഹനായത് അമിതാവ് ഘോഷ്. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ അംഗീകാരമായ പാക് യോങ്നി പുരസ്കാരത്തിന് അർഹനായത് അമിതാവ് ഘോഷ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്ലെയർ റാങ്കിങ്ങിൽ എല്ലാ വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തി. ബാറ്റർമാരുടെ ലോക റാങ്കിങ്ങിൽ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയാണ് ഒന്നാം സ്ഥാനത്ത്. ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഹർദിക് പാണ്ഡ്യയാണ് ഒന്നാം സ്ഥാനത്ത്. ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ് ഒന്നാം സ്ഥാനത്ത്. ICC ടീം റാങ്കിങ്ങിൽ ഇന്ത്യയ്ക്കാണ് ഒന്നാം സ്ഥാനം. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്ലെയർ റാങ്കിങ്ങിൽ എല്ലാ വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങളാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ബാറ്റർമാരുടെ ലോക റാങ്കിങ്ങിൽ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയാണ് ഒന്നാം സ്ഥാനത്ത്. ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഹർദിക് പാണ്ഡ്യയാണ് ഒന്നാമത്. ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ് ഒന്നാം സ്ഥാനത്ത്. ICC ടീം റാങ്കിങ്ങിൽ ഇന്ത്യയ്ക്കാണ് ഒന്നാം സ്ഥാനം. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതാ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയത് വർക്കല ക്ലിഫിലെ പാപനാശം കുന്നുകളാണ്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതാ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയത് വർക്കല ക്ലിഫിലെ പാപനാശം കുന്നുകളാണ്. 2023 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ്. 2023 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 ലഭിച്ചത്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളി മോഹൻലാലാണ്. 2022 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ്. 2021 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാൻ. 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബലോൺ ദി ഓർ പുരസ്കാര ജേതാവ് ഓസ്മാൻ മടമ്പലെ. 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബലോൺ ദി ഓർ പുരസ്കാര ജേതാവ് ഓസ്മാൻ മടമ്പലെ. മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമാറ്റിയാണ്. മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ലഭിച്ചത് ലമീൻ യമാൽ വിക്കി ലോപ്പസിനാണ്. മികച്ച പരിശീലകർക്കുള്ള യോഹാൻ ക്രൈഫ് ട്രോഫി ലഭിച്ചത് ലൂയി എൻറിക്ക സറീന വീക്ക്മാൻ. നേപ്പാളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ഏക വനിത സുശീല കർക്കി. നേപ്പാളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ഏക വനിത സുശീല കർക്കി. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം US ആണ്. 16 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം ഉൾപ്പെടെ 26 മെഡലുകളാണ് ലഭിച്ചത്. രണ്ടാം സ്ഥാനം കെനിയയാണ്. 7 സ്വർണം, 2 വെള്ളി, 2 വെങ്കലമാണ് ലഭിച്ചത്. മൂന്നാം സ്ഥാനം കാനഡയാണ്. 3 സ്വർണം, 1 വെള്ളി, 1 വെങ്കലമാണ് ലഭിച്ചത്. വേദി ജപ്പാനിലെ ടോക്കിയോ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം US ആണ്. 16 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം ഉൾപ്പെടെ 26 മെഡലുകളാണ് ലഭിച്ചത്. രണ്ടാം സ്ഥാനം കെനിയയ്ക്കാണ്. 7 സ്വർണം, 2 വെള്ളി, 2 വെങ്കലം ലഭിച്ചു. മൂന്നാം സ്ഥാനം കാനഡയ്ക്കാണ്. 3 സ്വർണം, 1 വെള്ളി, 1 വെങ്കലം ലഭിച്ചു. വേദി ജപ്പാനിലെ ടോക്കിയോ.
ഓപ്പറേഷൻ സിന്ദൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യൻസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം എഴുതിയത് KJS ദില്ലൻ. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യൻസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം എഴുതിയത് KJS ദില്ലൻ. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതെന്നാണ് 2025 ഏപ്രിൽ 23. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്നാണ് 2025 ഏപ്രിൽ 23. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. തോൽപ്പിച്ചത് പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. തോൽപ്പിച്ചത് പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. വേദി ദുബായ് ആണ്. പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് തിലക് വർമ്മയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത് അഭിഷേക് ശർമ്മ. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയത് കുൽദീപ് യാദവ് ആണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ 9ാമത്തെ കിരീടമാണിത്. ലോക അത്ലസ് ചാമ്പ്യൻഷിപ്പിൽ 200 മീറ്ററിൽ തുടർച്ചയായി 4ാം സ്വർണം സ്വന്തമാക്കിയത് നോഹ ലൈൽസ്. ലോക അത്ലസ് ചാമ്പ്യൻഷിപ്പിൽ 200 മീറ്ററിൽ തുടർച്ചയായി 4ാം സ്വർണം സ്വന്തമാക്കിയത് നോഹ ലൈൽസ്. ഏകദിന ക്രിക്കറ്റിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഒരു ഇന്ത്യൻ താരത്തിന്റെ അതിവേഗ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സ്മൃതി മസ്താന. ഏകദിന ക്രിക്കറ്റിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഒരു ഇന്ത്യൻ താരത്തിന്റെ അതിവേഗ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സ്മൃതി മസ്താന. CBIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് D. രാജ. മുഴുവൻ പേര് ദുരൈസ്വാമി രാജ. CBIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് D. രാജയാണ്. മുഴുവൻ പേര് ദുരൈസ്വാമി രാജ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യാന്തര ക്രൂസ് ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2025 സെപ്റ്റംബർ 20 മുംബൈ ഇന്ദിര ഡോക്കിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യാന്തര ക്രൂസ് ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2025 സെപ്റ്റംബർ 20 മുംബൈ ഇന്ദിര ഡോക്കിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? മിഥുൻ മൻഹാസ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് മിഥുൻ മൻഹാസ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത് KJ യേശുദാസ്. തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത് KJ യേശുദാസ്. 2023 കലൈമാണി പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ശ്വേതാ മോഹൻ. 2023 കലൈമാണി പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ശ്വേതാ മോഹൻ. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E. സന്തോഷ് കുമാർ. നോവൽ തബൂമയുടെ അച്ഛൻ. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E. സന്തോഷ് കുമാറാണ്. നോവൽ തബൂമയുടെ അച്ഛൻ. 2024 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. പ്രഥമ വയലാർ പുരസ്കാരം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. 2025 18ാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് E. സന്തോഷ് കുമാറിനാണ്. നോവൽ തബൂമയുടെ അച്ഛൻ. 2025 18ാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് E. സന്തോഷ് കുമാറിനാണ്. നോവൽ തബൂമയുടെ അച്ഛൻ. 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ഡോണ്ട് മിസ് എ ബീറ്റ്. 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ഡോണ്ട് മിസ് എ ബീറ്റ്. ലോക ഹൃദയ ദിനമെന്നാണ് സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനമെന്നാണ് സെപ്റ്റംബർ 29. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഹൃദയപൂർവ്വം. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഹൃദയപൂർവ്വം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഹൃദ്യം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഹൃദ്യം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യരിൽ വച്ചുപിടിപ്പിച്ചതെവിടെ? അമേരിക്ക. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യരിൽ വച്ചുപിടിപ്പിച്ചതെവിടെ? അമേരിക്ക. 2025 ലോക പാര ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയതാര്? ശീതൾ ദേവി. 2025 ലോക പാര ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയതാരാണ്? ശീതൾ ദേവി.
ചാമ്പ്യൻഷിപ്പിൽ 3 മെഡലുകളാണ് ശീതൾ ദേവി നേടിയത്. വ്യക്തിഗത സ്വർണത്തിനു പുറമെ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലവും വനിതാ ടീം ഇനത്തിൽ വെള്ളിയും നേടി. ശീതൾ ദേവിക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 2023 ഇരു കൈകളും ഇല്ലാതെ ലോക പാരാ ആർച്ചറിയിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ വനിത ശീതൾ ദേവിയാണ്. ജമ്മു കാശ്മീർ സ്വദേശിനിയാണ്. 2025 ലോക പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗ്വാങ്ജു, ദക്ഷിണ കൊറിയ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ മിക്സഡ് ടീം കോമ്പൗണ്ട് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ താരം ശീതൾ ദേവി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പാരാലിമ്പിക് ആർച്ചറി മെഡൽ ജേതാവ് ശീതൾ ദേവി. 2025 സെപ്റ്റംബറിൽ പുതിയ റാംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ട ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. 2025 സെപ്റ്റംബറിൽ പുതിയ റാംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ട ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. പുതിയ റാംസാർ സൈറ്റുകൾ നിലവിൽ വന്നതോടെ ബീഹാറിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 5. പുതിയ റാംസാർ സൈറ്റുകൾ നിലവിൽ വന്നതോടെ ബീഹാറിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 5. ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 93. ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 93. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാട്. 20 എണ്ണമാണ് ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ റാംസാർ സൈറ്റുകൾ 3 എണ്ണമാണ്. വേമ്പനാട് കോൾ നിലയങ്ങൾ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ. കേരളത്തിലെ റാംസാർ സൈറ്റുകൾ 3 എണ്ണമാണ്. വേമ്പനാട് കോൾ നിലയങ്ങൾ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ. 2002 അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട് എന്നിവയെ പ്രത്യേക പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളായി അംഗീകരിച്ചത്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട വെറ്റ്ലാൻഡ് വൈസ് യൂസ് വിഭാഗത്തിൽ 2025 റാംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ജയശ്രീ വെങ്കടേശൻ. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട വെറ്റ്ലാൻഡ് വൈസ് യൂസ് വിഭാഗത്തിൽ 2025 റാംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ജയശ്രീ വെങ്കടേശൻ. 2025 ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യം ഇന്ത്യ. 2025 ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യം ഇന്ത്യ. സാമൂഹിക സുരക്ഷാ മേഖലയിലെ മികച്ച നേട്ടത്തിനാണ് ഇന്ത്യക്ക് അവാർഡ് ലഭിച്ചത്. ഇന്ത്യയും യൂറോപ്യൻ സ്വാതന്ത്ര്യ വ്യാപാര അസോസിയേഷൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നിലവിൽ വന്നത് 2025 ഒക്ടോബർ 1. ഇന്ത്യയും യൂറോപ്യൻ സ്വാതന്ത്ര്യ വ്യാപാര അസോസിയേഷൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നിലവിൽ വന്നത് 2025 ഒക്ടോബർ 1. സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലാൻഡ്, ലിറ്റൻസ്റ്റൈൻ എന്നിവയാണ് EFTA രാജ്യങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ വ്യോമയാന ഏജൻസിയായ രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. ICAOയുടെ ആസ്ഥാനം കാനഡയിലെ മോൺട്രിയോള. ഐക്യരാഷ്ട്ര സംഘടനയുടെ വ്യോമയാന ഏജൻസിയായ രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയാണ്. ICAOയുടെ ആസ്ഥാനം കാനഡയിലെ മോൺട്രിയോള. T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് പോയിന്റ് നേടിയ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അഭിഷേക് ശർമ്മ. 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് പോയിന്റ് നേടിയ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അഭിഷേക് ശർമ്മ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു. റിസർവ് ബാങ്കിലെ മറ്റ് ഡെപ്യൂട്ടി ഗവർണർമാർ T. രവിശങ്കർ, J. സ്വാമിനാഥൻ, പൂനം ഗുപ്ത. റിസർവ് ബാങ്കിലെ മറ്റ് ഡെപ്യൂട്ടി ഗവർണർമാർ T. രവിശങ്കർ, J. സ്വാമിനാഥൻ, പൂനം ഗുപ്ത. യുനെസ്കോയുടെ കീഴിലുള്ള വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിന്റെ അംഗീകാരം ലഭിച്ച ഹിമാചൽ പ്രദേശിലെ ബയോസ്ഫിയർ റിസർവ് കോൾഡ് ഡെസർട്ട് ബയോസ്ഫിയർ റിസർവ്. യുനെസ്കോയുടെ കീഴിലുള്ള വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിന്റെ അംഗീകാരം ലഭിച്ച ഹിമാചൽ പ്രദേശിലെ ബയോസ്ഫിയർ റിസർവ് കോൾഡ് ഡെസർട്ട് ബയോസ്ഫിയർ റിസർവ്. ഹിമാചലിലെ ലഹോൾ സ്പിതി ജില്ലയിലെ 7770 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും തണുപ്പേറിയ വരണ്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നായ ബയോസ്ഫിയർ റിസർവാണ് കോൾഡ് ഡെസർട്ട് ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ WNBR അംഗീകൃത ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 13. 2025 ബുക്കർ സമ്മാനം ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച കിരൺ ദേശായിയുടെ നോവൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. 2025 ബുക്കർ സമ്മാനം ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച കിരൺ ദേശായിയുടെ നോവൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി.
കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപിക പദുക്കോൺ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപിക പദുക്കോൺ. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി 2014 ദീപിക പദുക്കോൺ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദ ലിവ് ലവ് ലാഫ്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി 2014 ദീപിക പദുക്കോൺ ആരംഭിച്ച പ്രസ്ഥാനം ദ ലിവ് ലവ് ലാഫ്. ഇന്ത്യയിലുടനീളം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വിവിധ ഭാഷകളിൽ വിദഗ്ധ കൗൺസിലർമാരുടെ സേവനങ്ങൾ നൽകുന്ന സംവിധാനം ടെലിമാനസ്. ഇന്ത്യയിലുടനീളം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വിവിധ ഭാഷകളിൽ വിദഗ്ധ കൗൺസിലർമാരുടെ സേവനങ്ങൾ നൽകുന്ന സംവിധാനം ടെലിമാനസ്. ഒറ്റപ്പെട്ടവർക്കും വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും സഹായങ്ങളും താൽക്കാലിക അഭയവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച ജെൻഡർ ഹെൽപ്പ് ലൈൻ ഡെസ്ക് സ്നേഹിത. ഒറ്റപ്പെട്ടവർക്കും വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും സഹായങ്ങളും താൽക്കാലിക അഭയവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച ജെൻഡർ ഹെൽപ്പ് ലൈൻ ഡെസ്കാണ് സ്നേഹിത. ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 10. ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 10. 2025 മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം സേവനങ്ങളിലേക്കുള്ള പ്രവേശനം, ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം. 2025 മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം സേവനങ്ങളിലേക്കുള്ള പ്രവേശനം, ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? സഞ്ജു സാംസൺ. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സഞ്ജു സാംസൺ. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ്വിൽ അംബാസഡറായ ചലച്ചിത്ര നടി കീർത്തി സുരേഷ്. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ്വിൽ അംബാസഡറായ ചലച്ചിത്ര നടി കീർത്തി സുരേഷ്. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയൽ. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയൽ. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 2025 വേദി തിരുവനന്തപുരം. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 2025 വേദി തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ കായികമേള ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ കായികമേള ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന സംസ്ഥാനം കേരളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്ന വർഷം 2024. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്ന വർഷം 2024. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ സംഘടനയുടെ ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന 100 ഗ്രീൻ ഡെസ്റ്റിനേഷൻസ് 2025 പട്ടികയിൽ സ്ഥാനം പിടിച്ച കേരളത്തിലെ സ്ഥലം ബേപ്പൂർ. നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ സംഘടനയുടെ ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന 100 ഗ്രീൻ ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ സ്ഥാനം പിടിച്ച കേരളത്തിലെ സ്ഥലം ബേപ്പൂർ. സുസ്ഥിര ടൂറിസം, ഉത്തരവാദ ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ കുമരകം, ബേപ്പൂർ. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവ പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ കുമരകം, ബേപ്പൂർ. കുടുംബശ്രീയിൽ പുരുഷന്മാർക്കും അംഗത്വം നൽകാനായി നിയമാവലിയിൽ ഭേദഗതി വരുത്തിയത് പ്രകാരം പ്രത്യേകം അയൽക്കൂട്ടം രൂപീകരിക്കുമ്പോൾ എത്ര ശതമാനം പുരുഷന്മാരെയാണ് ഉൾപ്പെടുത്താൻ കഴിയുക? 40%. കുടുംബശ്രീയിൽ പുരുഷന്മാർക്കും അംഗത്വം നൽകാനായി നിയമാവലിയിൽ ഭേദഗതി വരുത്തിയത് പ്രകാരം പ്രത്യേകം അയൽക്കൂട്ടം രൂപീകരിക്കുമ്പോൾ എത്ര ശതമാനം പുരുഷന്മാരെയാണ് ഉൾപ്പെടുത്താൻ കഴിയുക? 40%. കിടപ്പു രോഗികൾക്ക് മിതമായ നിരക്കിൽ സ്വാന്തന പരിചരണം നൽകുന്നതിന് കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതി സ്വാന്തനമിത്ര. കിടപ്പു രോഗികൾക്ക് മിതമായ നിരക്കിൽ സ്വാന്തന പരിചരണം നൽകുന്നതിന് കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതി സ്വാന്തനമിത്ര. കുടുംബശ്രീയും കെഡിസ്കും ചേർന്ന് നടപ്പിലാക്കുന്ന കിടപ്പു രോഗികളുടെ പരിചരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി കെയർ ഫോർ കെയർ. കുടുംബശ്രീയും കെഡിസ്കും ചേർന്ന് നടപ്പിലാക്കുന്ന കിടപ്പു രോഗികളുടെ പരിചരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി കെയർ ഫോർ കെയർ. ന്യൂഡൽഹി വേദിയായ 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയത് ബ്രസീൽ, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ഇറാൻ. ന്യൂഡൽഹി വേദിയായ 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയത് ബ്രസീലാണ്, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ഇറാൻ. 10ാം സ്ഥാനത്താണ് ഇന്ത്യ. 6 സ്വർണം, 9 വെള്ളി, 7 വെങ്കലം ഉൾപ്പെടെ 22 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്.
ഇറാനി കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് വിദർഭ. ഇറാനി കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് വിദർഭ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായത് ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായത് ശുഭ്മാൻ ഗിൽ. ഇത്ര ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.